ഹലോ ഗൈസ്, നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീയിലെ അപ്ഡേറ്റ് ഒക്കെ ഇന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ പുതിയ അപ്ഡേറ്റിൽ വന്നേക്കുന്നത് നമ്മുടെ ഒരു റേസിങ്ങിൻ്റെ ഇതൊക്കെയാണ് വന്നിട്ടുള്ളത് ഗൈസ്. പിന്നെ അത് നമുക്ക് റേസിംഗ് കാറിൻ്റെ ചീറ്റ് കോഡും പിന്നെ നമുക്ക് റേസിംഗ് ട്രാക്കല്ല റേസ് ചെയ്യാനൊക്കെ പറ്റുന്ന പോലത്തെ സെറ്റപ്പൊക്കെ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീയിൽ ആരോ ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് എനിക്കറിയില്ല ഗൈസ്. പിന്നെ നമുക്ക് നേരെ നമ്മുടെ ആ റേസിംഗ് കാറിൻ്റെ ചീറ്റ് കോഡിൽ കാണാം ഗൈസ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ഗൈസ്. പിന്നെ നമുക്ക് 3K അടിക്കാൻ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടെ മതി എന്ന് ഞാൻ പറയുന്നില്ല ഗൈസ്. കുറച്ച് കൂടുതൽ വേണം. അതെന്ന് പറഞ്ഞാൽ ഒരു 300 സബ്സ്ക്രൈബേഴ്സെങ്കിലും മിനിമം വേണം ഗൈസ്. അപ്പം എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഇനി നമുക്ക് റേസിംഗ് കാറിൻ്റെ ചീറ്റ് കോഡ് എത്രയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. 2 റേസിംഗ് കാറുണ്ട്. അത് ഫസ്റ്റ് റേസിംഗ് കാറിൻ്റെ ചീറ്റ് കോഡ് 4321 ആണ് ഗൈസ്. അങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു നല്ലൊരു റേസിംഗ് കാർ കിട്ടും. പിന്നെ വേറൊരു റേസിംഗ് കാറും ഉണ്ട്. അതിൻ്റെ ചീറ്റ് കോഡ് 4322 ആണ് ഗൈസ്. ജസ്റ്റ് ഒന്ന് മണ്ടയിലോട്ട് പോയാൽ അതും കിട്ടും ഗൈസ്. പിന്നെ ഇത് രണ്ടാണ് നമ്മളുടെ പുതിയ അപ്ഡേറ്റ് വന്നേക്കുന്ന 2 കാറുകൾ ഗൈസ്. പിന്നെ നിങ്ങൾക്കിത് ഏത് റേസിംഗ് കാർ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. എനിക്കിഷ്ടപ്പെട്ടത് ഈ റേസിംഗ് കാറാണ് ഗൈസ്. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചീറ്റ് കോഡെല്ലാം അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ ഗൈസ്. പിന്നെ ഇതുകൊണ്ടൊന്ന് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് കാണിച്ചു തരാം ഗൈസ്. ഇത് നല്ല സ്മൂത്താണ് ഗൈസ്. നല്ല സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റും ഗൈസ്. പിന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി ഗൈസ്. പിന്നെ റേസിംഗ് ട്രാക്കിൻ്റെ ചീറ്റ് കോഡ് എത്രയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അതിനായിട്ട് നമ്മുടെ വണ്ടി ഇവിടെയായിട്ട് പാർക്ക് ചെയ്യാം ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി എടുക്കാം കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ഇതും എടുക്കാം. ഞാനിപ്പോൾ പാർക്ക് ചെയ്യുന്നത് ഇവിടെയായിട്ടാണ്. ഇവിടെയായിട്ട് പാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒന്ന് ഇറങ്ങണം. ഔച്ച് ഗൈസ്, ചെറുതായ ഒരു ഇത് വന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ഇൻഫിനിറ്റി ഹെൽത്ത് ഒന്ന് അടിച്ചു വെച്ചേക്കാം. ഇൻഫിനിറ്റി ഹെൽത്തിൻ്റെ കോഡ് അറിയാത്തവരാണ് അത് ഞാൻ പറഞ്ഞുതരാം. 9129 ആണ് കേട്ടോ ഗൈസ് ഇൻഫിനിറ്റി ഹെൽത്തിൻ്റെ കോഡ്. ഗൈസ്, ഇവിടെ ചെറുതായിട്ടൊന്ന് ആഡ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇൻഫിനിറ്റി ഹെൽത്ത് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കാറിൽ നിന്ന് ഇറങ്ങുക ഗൈസ്. പിന്നെ നമ്മുടെ ഫോൺ എടുത്തിട്ട് അവിടെ റേസിങ്ങിൻ്റെ ആ ബട്ടൺ നിൽക്കുക ഗൈസ്. കണ്ടോ ഗൈസ്. അപ്പോൾ അവിടെ ഇങ്ങനെയാവും. ഞാൻ കുറച്ച് ഇതിലായിപ്പോയി ഗൈസ്. അപ്പോൾ ഇനി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ വണ്ടിയൊക്കെ സ്റ്റാർട്ടാവും ഗൈസ്. പിന്നെ ഈ വണ്ടിക്ക് നമ്മളെക്കാൾ കുറച്ച് കൂടുതൽ സ്പീഡുണ്ട്. എന്നാലും നമുക്ക് വേണം ഇന്ന് പൊട്ടിക്കാം ഗൈസ്. പിന്നെ ഈ റേസ് ചെയ്യുമ്പോൾ ആക്സിഡൻ്റ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു മീഡിയം സ്പീഡിൽ പോവുക, ഇല്ലെങ്കിൽ നമ്മൾ ചത്തുപോകും. അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഹെൽത്ത് എടുക്കണം ഗൈസ്. പിന്നെ സേഫ്റ്റിയാണ് പ്രധാനം. അതുകൊണ്ട് എല്ലാവരും റോഡിൽ കൂടെയൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ പതിയെ ഓടിക്കാവുള്ളൂ കേട്ടോ ഗൈസ്. ഇവിടെ പകുതി കാറും വീണിട്ടുണ്ട്. നമ്മൾ പതിയെ പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഗൈസ് ചെറുതായിട്ടൊന്ന് ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കണ്ട ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഗൈസ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണം കേട്ടോ ഗൈസ്. പിന്നെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കെ. നിങ്ങൾക്കറിയാവുന്ന ചീറ്റ് കോഡ് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് ഗൈസ്. അപ്പോൾ പുതിയൊരു പെട്ടെന്ന് തന്നെ വരാം. ബൈ.